എന്താണ് പറയാൻ വന്നത്? ഓക്കെ, ആർ പിയുടെ അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ പറയാം. ഞാൻ ഇവൻ്റ് ഫുൾ ടൈം ഉണ്ടായി. ഫാദേ, താങ്ക്സ് ഫോർ കമ്മിങ് ടു ദ ഇവൻറ്റ്. താങ്ക് യു സോ മച്ച്. ഞാനിത് ഇനി എന്തായാലും കാര്യം പറയാം, എന്നിട്ട് സൂപ്പർ ചാറ്റ് കാര്യങ്ങളും എല്ലാം വായിക്കാം കേട്ടോ. ആശ്രയ താങ്ക് യു ഫോർ ദ 1080 ആൻഡ് താങ്ക് യു സോ മച്ച് ആശ്രയ, താങ്ക് യു സോ മച്ച്. ഇന്ത്യയിൽ തന്നെ കൊറോണ, കേരളത്തിൽ അതാണ് കൂടുതൽ. അതെ അതെ അതെ. അപ്പോൾ ഞാൻ ഈ കാര്യത്തിലോട്ട് വരാം. ആർ പി അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്താണെങ്കിലും പറയാം. ആർ പി അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് സ്ട്രീമിങ് സ്ട്രീം നിന്നോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വന്നിട്ട് തിരിച്ച് ലൈക്ക് ഗ്യാങ് ആർ പി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടി വിയെ തിരിച്ച് കയറുന്നു എന്നുള്ളൊരു ഒരു രീതിയിലാണ് കുറേ പേര് എടുത്തത്. കുറേ പേരൊക്കെ അല്ലാണ്ട് നോർമലി തന്നെ ആർ പി സ്ട്രീംസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായിട്ട് ആ രീതിയിലെടുത്തു. അപ്പം ഞാൻ അത് ക്ലിയർ ആക്കാനും കൂടി വേണ്ടിയാണ് ഇപ്പം ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി മുമ്പോട്ടുള്ള കാര്യം നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തായാലും ഇപ്പം എന്തായാലും ഗ്യാങ്ങിലോട്ട് തിരിച്ചു കയറുന്നതോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ എന്തായാലും മൈൻഡിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഗൈസ്. തിരിച്ച് കം ബാക്ക് ടു ടി വി എന്നുള്ള രീതിയിലല്ല ഞാൻ സ്റ്റോറി ഇട്ടത്. ഞാൻ കുറേ ദിവസമായിട്ട് ആർ പി കയറിയിട്ടില്ല. അപ്പോൾ ആർ പി സ്ട്രീംസ് ഇങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ ഇട്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും ഒരു ഗ്യാങ് ആർ പിയോ കാര്യങ്ങളോ എന്തായാലും ഉടനെ തന്നെ ഇല്ല. എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഡിമൻസിറ്റി പോയിട്ട് ഞാൻ ഗ്യാങ്ങായിട്ട് കളിക്കുമെന്നായിരിക്കും. അങ്ങനെയും ഇല്ല. ഡിമൻസിറ്റിയിലും എന്തായാലും ഗ്യാങ്ങായിട്ട് കളിക്കുന്നില്ല ഞാൻ. എന്തുവാ ആ ഗ്യാങ് ആർ പി കളിക്കാനും അങ്ങനെ ഒരു പ്ലാനും വെച്ചിട്ടല്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ഇറങ്ങിയത്. ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്തൊരു സിറ്റിയിൽ പോയി ഗ്യാങ് ആർ പി കളിക്കണം എന്നൊരു മൈൻഡിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കഴിഞ്ഞ ലൈവിൽ എന്നുവെച്ചാൽ ഈ ഒരു ഇഷ്യൂ അടക്കമുള്ള ലൈവിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മേ ബി ഇൻ ഫ്യൂച്ചർ ഒരു ഗ്യാങ് ആർ പി ചെയ്തേക്കാന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ ആ ഒരു സെൻസിലല്ല ഗ്യാങ് ആർ പി ചെയ്യുമെന്നൊരു ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പറഞ്ഞതല്ല. ഞാൻ അതൊരു ലാസ്റ്റ് ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഏറ്റവും അവസാനം അങ്ങനെ ഒരു ആവശ്യം വന്നാൽ മാത്രം ഒരു ഗ്യാങ് ആർ പിയിലോട്ട് പോകും എന്നുള്ളതേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഗ്യാങ് ആർ പി ഉടനെ ചെയ്യാൻ പോകണു എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. എന്തായാലും സിറ്റിസൺ ആർ പി ആയിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. സിറ്റിസൺ ആർ പി ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ആൻഡ് ഡിമെൻസിറ്റിയിലായിരിക്കും ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ എക്സലാൻഡിസിൽ കളിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും നമ്മളെ പിള്ളേർക്കൊക്കെ ഒരു സിറ്റുവേഷനോ മീൻസ് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള സിറ്റുവേഷനോ ആർ പി ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് കാണാനോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ആർ പി ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരും. കണ്ണാപ്പിയോ ഒരു ബോബോയോ പിന്നെ ആരാണ് നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമിനേഷൻ ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തായാലും ഇപ്പം ആരൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരാണെങ്കിലും ഞാൻ അവരോട് ആർ പി ചെയ്യാൻ വരും. എനിക്ക് അങ്ങനെ ഒരു സീനില്ല. ഞാൻ രണ്ട് സിറ്റിയിലും കളിക്കും. പക്ഷേ കൂടുതലും ഡിമൻ സിറ്റി കളിക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന സിറ്റി കളിക്കും അങ്ങനെ ഇല്ല. മെയിനായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇതില്ല. ഒരു സിറ്റിയിലെ കളിക്കും അങ്ങനെ സംഭവമില്ല. എല്ലാ രീതിയിലുള്ള ആർ പിയും മീൻസ് എല്ലാ സിറ്റിയിലും ആർ പി കളിക്കും എന്തായാലും. ഓക്കെ, അപ്പം അങ്ങനെ കുറേ പേര് അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ലൈക്ക് രണ്ടായിട്ടൊരു തോട്ട്